വെൽക്കം ടു യൂണിക് സ്ട്രാറ്റജീസ്. സോ ഇന്നത്തെ ദിവസം 23rd ഫെബ്രുവരി 2025 ആണ് അല്ലേ. ഇതേപോലെ ഒരു വർഷം കഴിഞ്ഞിട്ട് 23rd ഫെബ്രുവരി 2026 ഏതു ദിവസമായിരിക്കും. അപ്പം നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ഈ ഒരു വർഷം ലീപ്പ് ഇയർ ആണോ അല്ലേ എന്നുള്ളത് കണ്ടെത്തണം. ഫസ്റ്റ് അതാണ്. പിന്നെ ഈ ഇൻ ബിറ്റ്വീൻ ഗ്യാപ്പിൽ എന്തായാലും ഫെബ്രുവരി മാസം വരും. ആ ഫെബ്രുവരി മാസം ഏത് വർഷത്തിൽ വരുന്നു നോക്കിയിട്ട് വേണം നമ്മൾ ഈ പറഞ്ഞ ലീപ്പ് ഇയർ കണ്ടെത്താൻ. സോ ഞാൻ ഇന്നിപ്പോൾ പറഞ്ഞപ്പോൾ ഫെബ്രുവരി മാസം ഇതാണല്ലോ 23rd. സോ ഫെബ്രുവരി മാസത്തിൻ്റെ ലീപ്പ് ഡേ വന്നിട്ട് ആക്ച്വലി ഇതിൻ്റെ മാസത്തിൻ്റെ എൻഡ് എന്ന് പറയുന്നത് ഞാൻ കണക്കാക്കുമ്പോൾ തീർച്ചയായിട്ടും 2025 ആണ് നോക്കേണ്ടി വരിക. ശരിയല്ലേ? സോ അങ്ങനെ ഇരിക്കുമ്പോൾ 2025 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എക്സാക്ട്ലി ഡിവൈഡ് ആവില്ല, റൈറ്റ്? അപ്പോൾ അത് ഒരു ലീപ്പ് ഇയർ അല്ല. തീർച്ചയായിട്ടും ഈ ഒരു വർഷം 2025 ആകെ കൂടി 365 ദിവസമേ ഉണ്ടാവുള്ളൂ അല്ലേ. അപ്പോൾ ഈ ഒരു വർഷത്തിൽ നിന്ന് അടുത്ത വർഷത്തിലേക്ക് നമ്മൾ ജംപ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ഈ 365 ഡേയ്സ് ഇൻ ബിറ്റ്വീൻ ഗ്യാപ്പിൽ ഉണ്ടാവുള്ളൂ. ജസ്റ്റ് ഒന്ന് ചെയ്താൽ മതി. 365 ദിവസത്തിനെ ജസ്റ്റ് 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 1 ആണ് റിമൈൻഡർ വരിക. 365നെ ഈ പറഞ്ഞ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 1 ആണ് റിമൈൻഡർ വരിക. ജസ്റ്റ് ആഡ് ചെയ്താൽ മതി. ഇപ്പം ഇന്നത്തെ ദിവസത്തിൻ്റെ കൂടെ ഒരു ദിവസം ആഡ് ചെയ്യാൻ പോകും. ഫെബ്രുവരി 23rd 2026 എന്ന് പറയുന്നത് തീർച്ചയായിട്ടും മൺഡേ ആയിരിക്കും. പോട്ടെ, ഇതിപ്പോൾ 2024 കാര്യമാണ് ഞാൻ പറയുന്നതെന്ന് വിചാരിച്ചോളൂ. 2024 25 വരുമ്പോൾ എന്താ സംഭവിച്ചിട്ടുണ്ടായിരിക്കുക? തീർച്ചയായിട്ടും 2024 എന്താണ്? ലീപ്പ് ഇയർ ആണ്. അപ്പോൾ അവിടെ എന്തായിരിക്കും? ഒരു എക്സസ് ആയിട്ട് ഒരു ഡേ ഉണ്ടായിരുന്നിരിക്കും. അപ്പോൾ 366 ഡേയ്സ് ആണ് വരിക. അപ്പോൾ നമ്മൾ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 ഓഡ് നമ്പേഴ്സ് ആണ്, ഓഡ് ഡേയ്സ് ആണ് നമുക്ക് വരുന്നുണ്ടായിരിക്കുക. അപ്പോൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ 23 ഫെബ്രുവരി 2024 ഏത് ദിവസമായി ഉണ്ടായിരുന്നോ അതിൻ്റെ കൂടെ ജസ്റ്റ് ഒന്ന് 2നെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇത്ര തന്നെ ഉള്ളൂ കേട്ടോ. സോ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.